പൂനെയിലെ ഇവൈ ബഹുരാഷ്ട്ര കമ്പനിയിലെ മലയാളി ജീവനക്കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരഞ്ജലെ. കമ്പനിയിലെ എക്സിക്യൂട്ടീവായിരുന്ന കൊച്ചി സ്വദേശി അന്ന സെബാസ്റ്റ്യൻ ആണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണം തൊഴിൽ സമ്മർദ്ദത്തെ തുടർന്നെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. വിവരങ്ങൾ നൽകാൻ PR അരവിന്ദ് ചേരുന്നുണ്ട്. അരവിന്ദ്, ഈ മരിച്ച പെൺകുട്ടിയുടെ അമ്മ കമ്പനി മേധാവിക്ക് അയച്ച ഇമെയിലൊക്കെ ചർച്ചയായിരുന്നു. ഈ കോർപ്പറേറ്റ് സംസ്കാരത്തിന്റെ ജോലി സമ്മർദ്ദത്തിന്റെ ഇരയാണ് തന്റെ മകളെന്നും ഇനിയൊരു പെൺകുട്ടിക്കും ഈ അവസ്ഥ ഉണ്ടാകരുതെന്നും ഒക്കെ ആ കത്തിൽ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെയൊക്കെ വളരെ ഗൗരവത്തിലെടുക്കുന്നുണ്ടോ കേന്ദ്രം? രേഷ്മ, കഴിഞ്ഞ ജൂലൈയിലാണ് അന്ന സെബാസ്റ്റ്യനെ ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം അന്ന സെബാസ്റ്റ്യന്റെ മാതാവ് ഈ കമ്പനി അധികൃതർക്ക് അയച്ച കത്ത് പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനവും അതുപോലെ തന്നെ അന്ന സെബാസ്റ്റ്യന്റെ കുടുംബത്തിന് പിന്തുണയും അറിയിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി നേതാക്കളടക്കം രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ ഒരു അന്വേഷണം നടത്താമെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര തൊഴിൽ സഹമന്ത്രിയായ ശോഭ കരന്തലെയാണ് ഇപ്പോൾ ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും കുടുംബം ആരോപിക്കുന്നത് തൊഴിൽ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു അന്നയുടെ മരണം. ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം വേണം. മകൾക്ക് വലിയ രീതിയിലുള്ള സമ്മർദ്ദം കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായി നടക്കുമ്പോഴുള്ള വിമർശനങ്ങൾ അന്ന സെബാസ്റ്റ്യന്റെ കുടുംബം ഉയർത്തിയിരുന്നു. എന്തായാലും വലിയ രീതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ IT ജീവനക്കാരുടെ സംഘടനയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ആ കത്ത് അയച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഒരു സ്വതന്ത്ര അന്വേഷണം വേണമെന്നാണ് IT ജീവനക്കാരുടെ സംഘടന ആവശ്യപ്പെടുന്നത്. എല്ലാ ജീവനക്കാർക്കും സമാനമായ രീതിയിലുള്ള സമ്മർദ്ദം പല കമ്പനികളിൽ നിന്ന് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ ഒരു മാർഗനിർദ്ദേശം അടക്കം നൽകണം. പ്രവർത്തനം സംബന്ധിച്ച ഈ സമ്മർദ്ദം ഒഴിവാക്കാനുള്ള നടപടികളടക്കം സ്വീകരിക്കണമെന്നൊരു ആവശ്യം കൂടി ഇപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ആശങ്ക രേഖപ്പെടുത്തി രംഗത്ത് വന്നിട്ടുണ്ട്. ശരി.